അസൻറ്റ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോണ ക്ലാസ് എന്താ വെച്ചാൽ, ഇതുവരെ PSC നടത്തിയിട്ടുള്ള PYQസും അല്ലെങ്കിൽ ഇനി PSCക്ക് ഇനി അടുത്ത പരീക്ഷകളിലൊക്കെ PSC നടത്താൻ ചാൻസ് ഉള്ള PSCക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഇത് അറിയാതെ നമ്മൾ എന്ത് ചെയ്യരുത്, PSCക്ക് പോകാൻ പാടില്ല. ഇതെന്തായാലും ഷുവറാണ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, ഇത് ഷുവർ ഷോട്ടാണ്, ഇതെന്തായാലും അറിയണം. അപ്പോൾ ഇനി ഇതുവരെ PYQ ആയിട്ട് PSC ചോദിച്ചതുമാണ്, ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവ് ഒക്കെ അടിക്കാനോ തെറ്റിപ്പോവാനും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണെന്ത്, ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത കുറയ്ക്കുന്നതിനായി ചികിത്സാ സൗകര്യം ബാധിതമായി ലഭിക്കുന്നതിന് അപകടം നടന്നു കഴിഞ്ഞ് ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രധാനമാണ്. ഈ മണിക്കൂർ അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം എന്താണ്, ഇതിൽ പ്ലാറ്റിനം മണിക്കൂർ എന്നുണ്ട്, സ്വർണ്ണ മണിക്കൂർ എന്നുണ്ട്, വജ്ര മണിക്കൂർ എന്നുണ്ട്, വെള്ളി മണിക്കൂർ എന്നുണ്ട്. നല്ല ഓപ്ഷൻസ് ആണ് ഇതൊന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിട്ടുള്ള സ്വർണ്ണ മണിക്കൂർ ആയിരിക്കും അല്ലേ. സ്വർണ്ണ മണിക്കൂർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. MV ആക്ടിലെ എന്ത് സെക്ഷൻ എന്താ, സെക്ഷൻ 2 12A അല്ലേ. 212A പറയുന്ന എന്ത്, ഗോൾഡൻ ഹവർ അല്ലേ. 212A പറയുന്ന ഗോൾഡൻ ഹവർ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് അല്ലേ. എന്താണ്, അപകടം നടന്ന് 1 മണിക്കൂറിലെ 1 മണിക്കൂർ സമയത്തെ പറയുന്നതാണ് എന്ത് ഗോൾഡൻ ഹവർ അല്ലേ. അതിൻ്റെ മലയാളം എന്ത്, സ്വർണ്ണ മണിക്കൂർ. നോക്കി വെക്കുകയാണ്, PYQ ആണ്. ഇനിയും ചോദിക്കും, ഈ ഒരു ഭാഗത്തുനിന്ന് ഇനിയും PSC ചോദിക്കും. അപ്പോൾ നോക്കി വെക്കുന്നത്, ഗുരുതരമായി പരിക്ക് പറ്റിയ അപകടം നടന്നിട്ട് ആദ്യത്തെ 1 മണിക്കൂർ എന്തായിരിക്കും, ഗോൾഡൻ ഹവർ ആയിരിക്കും. മലയാളം സ്വർണ്ണ മണിക്കൂർ എന്നും നോക്കി വെക്കാം. അതിൻ്റെ സെക്ഷൻ ആണെങ്കിൽ 212A ആണെന്ന് നോക്കി വെക്കാം. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 212A ആണെന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളെങ്കിലുമുള്ള സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏതു കാറ്റഗറിയിൽ പെടുന്നു എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകാൻ, ഇവിടെ ഇതാണ് നോക്കണ്ടല്ലേ, വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളെങ്കിലുമുള്ള സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത, ഇതും നോക്കണം, സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നാണ് ചോദിച്ചത്. ഏത് കാറ്റഗറിയിലാണ് പെടുക അല്ലേ. ഇവിടെ ഈ ആളും ചരക്കും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. എന്താ നോക്കിയാൽ ഘടിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന എന്താണ്, സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത വാഹനം അല്ലേ. സ്വയം ചലിക്കാൻ കഴിയാത്ത ആ വാഹനം എന്ത് കാറ്റഗറിയിലാണെന്നാണ് ചോദിച്ചത്. ഏത് കാറ്റഗറി ആയിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, T കാറ്റഗറി അല്ലേ. T കാറ്റഗറി അല്ലേ. ട്രെയിലറിനെ കുറിച്ച് ഉള്ള കാറ്റഗറി ആണെന്ത്, കാറ്റഗറി T എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കാറ്റഗറി T ആണെന്ത്, ഈ വലിച്ചു കൊണ്ടുപോകുന്നത്. അതായത് ഒരു എൻജിൻ ഘടിപ്പിച്ച ഒരു വാഹനത്തിൽ എന്ത് ചെയ്യാം, ഈ ട്രെയിലർ ഘടിപ്പിച്ചിട്ട് ആ ട്രെയിലറിനെ വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുക അല്ലേ. ആ ഒരു വലിച്ചു കൊണ്ടുപോകുന്ന ട്രെയിലറുകൾ പറ്റി പറയുന്ന കാറ്റഗറി ഏതാ വെച്ചാൽ കാറ്റഗറി T ആണ് അല്ലേ. ഇതിൽ 3 കാറ്റഗറികളുണ്ട് അല്ലേ. അത് ജസ്റ്റ് നോക്കുക. കാറ്റഗറി N എന്താ, N എന്ന് പറഞ്ഞാൽ എന്താണ്, ചരക്ക് കൊണ്ടുപോകുന്ന ഗുഡ്സൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, 4 ചക്രമുള്ള വാഹനങ്ങളെ പറയുന്നതാണ് എന്ത്, N എന്ന് നോക്കി വെക്കാം. അടുത്ത എന്താണ്, M ഉണ്ട് അല്ലേ. M എന്താ, ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അല്ലേ. അതായത് നമ്മൾ 4 ചക്രം അതിലധികമുള്ള
ആളുകളെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനങ്ങളാണ് കാറ്റഗറി എം വാഹനങ്ങൾ എന്ന് നോക്കിക്കാം. അടുത്തൊരു കാറ്റഗറി ഇവിടെ ഉണ്ട്, ഇതിൽ തന്നിട്ടുണ്ട് അല്ലേ, L5 എന്തായിരിക്കും? L5 എന്ന് പറഞ്ഞാൽ നോക്കിക്കുക, 3 വീലേഴ്സ് ഇല്ലേ, ഓട്ടോറിക്ഷ പോലത്തെ 3 വീലേഴ്സാണ് ഈ L5 പെടുന്നത്. അതായത് ഒരു 3 ടണ്ണിൽ കുറവുള്ള വാഹനങ്ങൾ, 3 ടണ്ണിൽ കൂടാത്ത വാഹനങ്ങളായിരിക്കും എന്ത് ഈ L5 പെടുക. L5 പെടുന്ന വാഹനങ്ങളാണ് എന്ത്, ഒരു 3 ചക്രമുള്ള ഓട്ടോറിക്ഷ പോലത്തെ വാഹനങ്ങളായിരിക്കും എന്ത്, ഒരു 3 ടണ്ണിൽ കുറഞ്ഞിട്ടുള്ള, അതായത് 3 ടണ്ണിൽ അധികമില്ലാത്ത വാഹനങ്ങളാണെന്ത് ഈ ഒരു L5 പെടുക. അത് നോക്കി നോക്കുക. ഇതിൽ വലിച്ചു കൊണ്ടുപോകുന്ന ഈ ട്രെയിലറുകളൊക്കെ ആണെങ്കിൽ T കാറ്റഗറിയിൽ നിന്നും, ഈ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണെങ്കിൽ, ഗുഡ്സൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങളാണെങ്കിൽ കാറ്റഗറി N ആണെന്നും, ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങളാണെങ്കിൽ അത് M കാറ്റഗറിയിലാണെന്നും നോക്കി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണല്ലേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി. എന്താണ് നമ്മൾ പഠിച്ചത്? 20 വയസ്സാണ് അല്ലേ. 20 വയസ്സാണ് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പഠിച്ചു. അപ്പോൾ നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാ? നോൺ ട്രാൻസ്പോർട്ട് ആകുമ്പോൾ 18 വയസ്സാണ് അല്ലേ. 18 വയസ്സ് നമ്മൾ ആദ്യമായിട്ട് ലൈസൻസ് എടുക്കുന്നത് 18ാമത്തെ വയസ്സിലായിരിക്കും അല്ലേ. കാറ്, ബൈക്കും ഒക്കെ ഉള്ള ലൈസൻസ് എടുക്കുന്നത് 18ാമത്തെ വയസ്സാണ്. ഈ 18ാമത്തെ വയസ്സിൽ നമ്മൾ ആ ലൈസൻസ് എടുത്ത്, കാറിൻ്റെ ബൈക്കിൻ്റെ ഒക്കെ നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ ലൈസൻസ് എടുത്തിട്ട് 1 വർഷം പൂർത്തിയാവുകയും, ആ 1 വർഷം പൂർത്തിയായ ആ വ്യക്തിക്ക് 20 വയസ്സ് പൂർത്തിയാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യുക? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള എന്ത് ചെയ്യുക? ലൈസൻസ് കിട്ടും. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടും. അത് 20 വയസ്സ് പൂർത്തിയാവുകയും ചെയ്യണം. നോൺ ട്രാൻസ്പോർട്ടിന് 1 വർഷം, നോൺ ട്രാൻസ്പോർട്ടിൻ്റെ ലൈസൻസ് എടുത്തിട്ട് 1 വർഷം കഴിയാൻ വേണം. അത് നോക്കിയേക്കുക. അപ്പോൾ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ 20 വയസ്സും നോൺ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ 18 വയസ്സുമാണെന്ന് നോക്കിയേക്കുക. പിന്നെ ഈ ഒരു ഓപ്ഷനിൽ ഒരു 16 വന്നിട്ടുണ്ട്. ഈ 16 എന്താ? നമുക്ക് ഈ 50 സിസിൻ്റെ കുറവുള്ള, 50 സിസിന് താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ നമുക്ക് 16 വയസ്സ് മതി അല്ലേ. 50 സിസിക്ക് താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ നമുക്ക് 16 വയസ്സ് മതി. അതും ജസ്റ്റ് നോക്കിയേക്കുക. ഈ ഓപ്ഷനിൽ 16 കണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നോക്കിയേക്കാം. അപ്പോൾ 50 സിസിക്ക് താഴെയുള്ള വാഹനങ്ങളാണെങ്കിൽ 16 വയസ്സും, നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ 18 വയസ്സിനും മുകളിലും, ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ 20 വയസ്സുമാണെന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണല്ലേ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഫോം 1A നൽകേണ്ടി വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ആദ്യമായി അപേക്ഷിക്കുമ്പോൾ. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ. അപേക്ഷകന് എന്താണ്? 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? അപേക്ഷകന് 50 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നല്ലേ. അപ്പൊ ഇതിലേതായിരിക്കും ശരി? നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് ഫോം 1A? ജസ്റ്റ് ആദ്യം തന്നെ നോക്കണം അല്ലേ. ഫോം 1A എന്താ? ഫോം 1A എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലേ. മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന ഫോമാണെന്ത്? ഫോം 1A അല്ലേ. മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന ഫോമാണെന്ത്? ഫോം 1A. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ഇതിൽ 2 ഫോം നമ്മൾ മെഡിക്കലിൻ്റെ ഇത് പഠിച്ചിട്ടുണ്ടല്ലേ. റൂള് 5ൽ നമ്മൾ പഠിച്ച ഇത് പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ ഫോം 1 ഉണ്ട് അല്ലേ. ഫോം 1 എന്തായിരുന്നു? ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരുന്നു അല്ലേ. ഫോം 1 ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരുന്നു. അതിൽ തന്നെ പഠിച്ചൊരു ഫോം ആയിരുന്നു അല്ലേ, ഫോം 1A. ഫോം 1A എന്തായിരുന്നു? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലേ. ഫോം 1A എന്താ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തിനാണ് ഹാജരാക്കുന്നത്? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ. അതായത് നമ്മൾ ആദ്യമായിട്ട് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസിന് അപേക്ഷ കൊടുക്കുമ്പോഴും നമ്മൾ ഈ ഫോം 1A ഉപയോഗിക്കണം. ഈ ട്രാൻസ്പോർട്ട് വാഹനം പുതുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം? ഈ ഫോം 1A ഉപയോഗിക്കണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ആദ്യമായി അപേക്ഷിക്കുമ്പോൾ. നമ്മൾ പഠിച്ചത് അങ്ങനെയാണോ? അല്ല അല്ലേ. നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ വീണ്ടും അതായത് നോൺ ട്രാൻസ്പോർട്ട് വാഹനം
അതായത് നോൺ ട്രാൻസ്പോർട്ട് വാഹനം നമ്മൾ 40 വയസ്സ് വരെ നമുക്ക് ആദ്യം തന്നെ ലൈസൻസ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് 40 വയസ്സ് വരെയാണ് ആദ്യമായിട്ട് നമുക്ക് ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 40 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ നോൺ ട്രാൻസ്പോർട്ട് വാഹനം പുതുക്കുമ്പോഴാണ് നമ്മൾ എന്ത് വെക്കേണ്ടത്, ഈ ഫോം 1A വെക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ആദ്യമായി അപേക്ഷിക്കുമ്പോൾ, ആദ്യമായിട്ടല്ലല്ലോ അല്ലേ, ആദ്യമായിട്ട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് വെറും ഫോം 1 ഉപയോഗിച്ചാൽ മതി, ഫോം 1A ഉപയോഗിക്കേണ്ട. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ് അല്ലേ, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 40 വയസ്സ് വരെ എന്ന് പറഞ്ഞിട്ടില്ല, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പുതുക്കുമ്പോൾ നമ്മൾ ഫോം 1A ഉപയോഗിക്കണം എന്ന് പറഞ്ഞാണ്. അപ്പൊ ഈ അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യണം, ഫോം 1A മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ. ഇപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഓപ്ഷൻ വരുന്നതെങ്കിൽ നമ്മൾ പിന്നെ മൂന്നാമത്തെ വായിച്ചു നോക്കണം. നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓപ്ഷനിൽ നോക്കണ്ടോ, 1, 3 ഉണ്ട് അല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ, ഡി ആയിരിക്കും. പിന്നെന്താ, അപേക്ഷകന് നാലാമത്തെ ഓപ്ഷനോട് നമ്മൾ സ്റ്റേറ്റ്മെന്റോട് നമ്മൾ വായിച്ചു നോക്കുക. അപേക്ഷകന് 50 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, ഇല്ല 40 വയസ്സിന്റെ മുകളിലേക്ക് ഫോം 1A വെക്കണം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ശരിയുള്ളൂ, ഇത് നോക്കണ്ടല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്, ഡി ആണ് അല്ലേ, ഡി. 1ഉം 3ഉം ആണ് എന്ത്, ഇതിന്റെ ശരി. അപ്പൊ ഇതിൽ നോക്കി വെക്കേണ്ട എന്താണ്, നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന് ആദ്യമായിട്ട് ലൈസൻസ് കൊടുക്കുമ്പോഴും പിന്നെ അത് പുതുക്കുമ്പോഴും നമ്മൾ ഫോം 1A വെക്കണം. പിന്നെ എന്താണ്, നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ആ നോൺ ട്രാൻസ്പോർട്ട് വാഹനം 40 വയസ്സിന് ശേഷം 40 വയസ്സ് വരെ നമുക്ക് നോൺ ട്രാൻസ്പോർട്ട് കിട്ടും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുതുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഫോം 1A വെക്കണം. പക്ഷെ ആദ്യമായിട്ട് നോൺ ട്രാൻസ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ ഫോം 1A കൊടുക്കണ്ട, അത് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. കേരള മോട്ടോർ വാഹന റൂള് 1989 ലൈസൻസിങ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾ ഏതാണെന്നാണ് ചോദിച്ചല്ലേ. അപ്പൊ എന്താണ്, കേരള മോട്ടോർ വെഹിക്കിൾ അല്ലെ, KMVR അല്ലെ, KMVRൽ എന്താണ്, KMVRൽ ലൈസൻസിങ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതിന്റെ റൂൾ എത്രയാണെന്നാണ് ചോദിച്ചത്. KMVRലാണ് ചോദിച്ചത്. അപ്പൊ KMVRൽ എന്തായിരിക്കും, KMVRൽ നമ്മൾ പഠിച്ചത് എന്താണ്, KMVRൽ റൂള് 19 ആണ് അല്ലേ നമ്മൾ പഠിച്ചത്. KMVRൽ റൂള് 19 ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. KMVRലാകുമ്പോൾ റൂള് 19 ആണ് അല്ലേ. പിന്നെ നമ്മൾ ഒരു ലൈസൻസിങ് അതോറിറ്റിക്ക് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാനുള്ള ഒരു റൂളൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ റൂൾ ഏതായിനി, CMVR റൂളിലാണ് അല്ലേ, CMVR റൂളിലാണ് അല്ലേ. CMVR റൂളിലാവുമ്പോൾ എത്രയാണ് വരിക, റൂള് 21 വരിക അല്ലേ. അതും ദാ ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട് അല്ലേ, റൂൾ 21. അപ്പൊ ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. നമ്മൾ പെട്ടെന്നൊക്കെ ചിലപ്പോൾ അറിയാതെ കുത്തിപ്പോയി റൂൾ 21 ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിച്ച് വായിക്കണം. എന്ത്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ ആണെങ്കിൽ അത് റൂള് 19 ആണ്. CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ ആണെങ്കിൽ അവിടെ റൂൾ 21 വരിക എന്ന് നോക്കി വെക്കുക. പിന്നെ ഈ റൂളുകളൊന്നും നമ്മൾ പഠിക്കുന്നത് 41, 31 ഒന്നും നമുക്ക് അങ്ങനെ, ഈ 2 സാധനം ഇങ്ങനെ ഓപ്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഡൗട്ടായി പോവുക. അപ്പോൾ തെറ്റിപ്പോവരുത്. KMVR റൂൾ ആണെങ്കിൽ റൂള് 19ഉം CMVR റൂൾ ആണെങ്കിൽ എന്താണ്, റൂള് 21 ആണെന്ന് നോക്കി വെക്കുക. ഓക്കെ, അത് മാത്രമാണ് അവിടെ ഡൗട്ട് വരിക. ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, നല്ലോണം തന്നെ കറക്റ്റ് പഠിച്ച് തന്നെ പോകണം. KMVR ആണെങ്കിൽ റൂള് 19ഉം CMVR റൂൾ ആണെങ്കിൽ റൂൾ 21 ആണെന്ന് നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ത്, ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം, ലോഡ് ഉൾപ്പെടെയാണ് അല്ലേ. ലോഡ് ഉൾപ്പെടെ ആകുമ്പോൾ എന്താണ്, ലോഡ് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്, അതായത് ഒരു വാഹനവും പ്ലസ് എന്താണ് ലോഡും അല്ലേ. ഒരു വാഹനവും ലോഡും ആണെങ്കിൽ അതെന്താണ് നമ്മൾ പഠിച്ചത്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ് അല്ലേ, GVW ആണെന്ത്, ലോഡ് ഉൾപ്പെടെയുള്ള ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ് അല്ലേ, GVW ആണ്. അതായത് ആ വാഹനവും ആ വാഹനത്തിൽ കയറ്റാൻ RCയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരിമിത എന്താണ് ലോഡും ഉണ്ടാവും അല്ലേ. അതിൽ കയറ്റാൻ പറ്റുന്ന ഏറ്റവും പരിമിതമായിട്ടുള്ള ലോഡ് ഉണ്ടാവും, ഇത്ര ലോഡേ കയറ്റാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത്രയും ലോഡും അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള മൊത്തം ഭാരം, വാഹനത്തിന്റെ മൊത്തം ഭാരം
എന്താണ് പറയുന്നത്, അതിന് പറയുന്ന പേരാണെന്ത്, GVW എന്ന് നോക്കിയാൽ, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് നോക്കി വെക്കാം. ഇത് GVW എന്നും നോക്കണം, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നും പഠിക്കണം. അതെന്താ വെച്ചാൽ ചിലപ്പം ഇതെന്ത് ചെയ്യും, നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ ആയിട്ട് ചോദിക്കും. GVWൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഇത് പഠിക്കണം, ഗ്രോസ് വെഹിക്കിൾ. ഇതിലും ഒന്ന് ഓരോ ഓപ്ഷനായിട്ട് വന്ന എന്താണ്, അൺലാഡഡ് ഭാരം അല്ലേ, അതെന്താണ് ULW അല്ലേ, അൺലാഡഡ് വെയിറ്റ്. അൺലാഡഡ് വെയിറ്റ് എന്താ ഇനി, അൺലാഡഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ മാത്രം ഭാരമാണ്. എന്ത്, ഡ്രൈവറോ അതിലൊരു വ്യക്തിയോ, ഡ്രൈവറോ ക്ലീനറോ അങ്ങനത്തെ ഒരു വ്യക്തിയും ഇല്ലാതെ, ഒരു ലോഡും ഇല്ലാതെ, ആ വാഹനത്തിൽ കയറ്റാൻ പറ്റുന്ന ഒരു ലോഡോ ഒന്നും ഇല്ലാത്ത ആ ഒരു ഒറ്റയ്ക്കുള്ള, ആ സ്വന്തക്കുള്ള ആ വാഹനം ചലിക്കാൻ ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ആ വണ്ടിയിൽ ഉൾക്കൊള്ളിച്ച് ആ വണ്ടീൻ്റെ ഒറ്റയ്ക്കുള്ള, ആ സ്വന്തക്കുള്ള ആ വാഹനത്തിൻ്റെ ഭാരമാണെന്ത്, അൺലാഡഡ് വെയിറ്റ് എന്ന്, ULW എന്ന് നോക്കി വെക്കുക. GVW ആണെങ്കിൽ വാഹനവും ആ വാഹനത്തിൽ കയറ്റാൻ പറ്റുന്ന ഭാരത്തെയും മൊത്തമായിട്ട് പറയുന്നതാണ് എന്ത്, GVW എന്ന് നോക്കി വെക്കുക. അപ്പം ലോഡ് ഉൾപ്പെടെയുള്ള ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം ഏതാണെന്ന് വെച്ചാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണെന്ന് നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്, ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഗുഡ്സ് കാരേജിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ്, ഒരു ഗുഡ്സ് കാരേജിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്താണ്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ് അല്ലേ, GVW അല്ലേ, GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ, ഇവിടെ കൂടുതലാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് പറയുന്ന ചോദിച്ചാൽ എന്താണ് പറയാ, 12,000 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 12,000 കിലോഗ്രാമിന് മുകളിലുള്ള എല്ലാ വാഹനങ്ങളും എന്താണ്, ഗുഡ്സ് കയറ്റുന്നത് കൊണ്ട് ഇവിടെ എന്താണ്, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണ് വരിക അല്ലേ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണ് എന്ത് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരിക അല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ പാസഞ്ചേഴ്സ് ആണെങ്കിൽ, ആൾക്കാരാണെങ്കിൽ എന്താണ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആണെന്ന് വരും. എന്താണ്, GVW 12,000 കിലോഗ്രാമിന് മുകളിലാണെങ്കിൽ, മുകളിലുള്ള എല്ലാ വാഹനങ്ങളും ഹെവി ഗുഡ്സ് വാഹനങ്ങളാണ് അല്ലേ. ഇപ്പോൾ GVW 12,000 കിലോഗ്രാമിന്, 12,000 കൂടുതലാണെങ്കിൽ അത് എന്താണ്, ഹെവി ആണ് അല്ലേ, ഹെവി മോട്ടോർ വെഹിക്കിൾ ആണ് അല്ലേ, ഹെവി മോട്ടോർ വെഹിക്കിൾ. ഹെവി ഗുഡ്സ് ആവാം, ഹെവി പാസഞ്ചർ ആവാം. അവിടെ ഗുഡ്സ് ആണെങ്കിൽ ഹെവി ഗുഡ്സ് ആണ്, ഇവിടെ പാസഞ്ചർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഹെവി പാസഞ്ചർ ആണെന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ എന്താണ്, ഈ GVW 7,500 കിലോഗ്രാമിനും 12,000 കിലോഗ്രാമിനും ഇടയിലാണെങ്കിൽ അതെന്താണ്, മീഡിയം മോട്ടോർ വെഹിക്കിൾ അല്ലേ, മീഡിയം ഗുഡ്സ് ആവാം, മീഡിയം പാസഞ്ചർ ആവാം, ഏതും ആവാം. അത് 7,500 കിലോഗ്രാമിനും 12,000 കിലോഗ്രാമിനും ഇടയിലാണെങ്കിൽ അത് മീഡിയം ഗുഡ്സ് അല്ലെങ്കിൽ മീഡിയം പാസഞ്ചർ വെഹിക്കിൾ ആണെന്ന് പറയാം. ഈ 7,500 12,000 ആണ്. അതിന് അടുത്തത് എന്താണ്, ഈ 7,500 താഴെയാണെങ്കിൽ, 7,500 താഴെയുള്ളത് ഏതും എന്താണ്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആയിരിക്കും അല്ലേ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആയിരിക്കും എന്ത്, 7,500 കിലോഗ്രാമിന് താഴെയുള്ള വാഹനങ്ങൾ. ഇത് മൂന്നും നോക്കി വെക്കുക. എന്താണ്, GVW 12,000 കിലോഗ്രാമിന് മുകളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുകളിലാണെങ്കിൽ അത് ഹെവി ഗുഡ്സ് വെഹിക്കിളോ ഹെവി പാസഞ്ചർ വെഹിക്കിളോ ആയിരിക്കും. പിന്നെ 7,500നും 12,000 കിലോഗ്രാമിനും ഇടയിലാണെങ്കിൽ അത് മീഡിയം ഗുഡ്സ് വെഹിക്കിളോ മീഡിയം പാസഞ്ചർ വെഹിക്കിളോ ആയിരിക്കും. 7,500 കിലോഗ്രാമിന് താഴെയാണെങ്കിൽ അത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെന്നും നോക്കി വെക്കാം. ഓക്കെ, അതിൽ 3 നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടില്ല, മീഡിയം ഗുഡ്സ് വെഹിക്കിള്, ലൈറ്റ് ഗുഡ്സ് വെഹിക്കിള്, ഹെവി പാസഞ്ചർ. അപ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല, ഇത് കറക്റ്റ് തന്നെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇതൊക്കെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഇനിയും PSC ചോദിക്കും. ഇത് തന്നെ PSC ചോദിക്കുള്ളൂ, ഈ ക്വസ്റ്റ്യൻസ് തന്നെ PSC ചോദിക്കുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്, 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ചരക്കുകൾ കയറ്റുന്നതിന് ഉപയോഗിക്കുന്നതും കുറഞ്ഞത് 4 വീലുള്ളതുമായ വാഹനങ്ങൾ ഡാഷ് ടൈപ്പിൽ പെടുന്നതാണ്. എന്താണ്, ചരക്കുകളാണ് അല്ലേ, ചരക്കുകൾ കയറ്റുന്നതിന് ഉപയോഗിക്കുന്നതും കുറഞ്ഞത് 4 വീലുള്ളതുമായ വാഹനങ്ങൾ ഡാഷ് ടൈപ്പിൽ പെടുന്നതാണ്. ഏത് ടൈപ്പിൽ എവിടെയാ, ചരക്കുകളാണ് അല്ലേ. ചരക്കുകൾ നമ്മൾ ഏതാ പഠിച്ചത്, ചരക്കുകൾ കയറ്റുന്ന വാഹനങ്ങൾ N ആണ് അല്ലേ, കാറ്റഗറി N വാഹനങ്ങളാണ് എന്ത്, 4 ചക്രമുള്ള വീലുള്ള സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്, N കാറ്റഗറി ആണ് അല്ലേ. ഇവിടെ M കാറ്റഗറി എന്താ, M കാറ്റഗറി ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന അല്ലേ,
പാസഞ്ചേഴ്സിനെ കയറ്റിക്കൊണ്ടുപോകുന്ന 4 ചക്രവും അതിലധികമുള്ള വാഹനങ്ങളാണ് എം കാറ്റഗറിയിൽ നിന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താണ് ഇതിലുള്ള L1 L1 എന്താ? L1 എന്ന് പറഞ്ഞാൽ 50 cc താഴെയുള്ള വാഹനങ്ങളല്ലേ, മിനിമം 45 km/h സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനങ്ങളിലെ ആ ഇരുചക്ര വാഹനത്തിൽ പെടുന്ന 50 cc താഴെയുള്ള വാഹനങ്ങളാണ് L1 പെടുക എന്നുള്ളതുണ്ട് അല്ലേ. അപ്പോൾ എന്താ L2 എന്തായില്ലേ? L2 എന്ന് പറഞ്ഞാൽ എന്താണ്? L1 ഉൾപ്പെടാത്ത ബാക്കി എല്ലാ വാഹനങ്ങളും നമ്മളെ ഇരുചക്ര വാഹനങ്ങളല്ലേ, അതായത് 50 cc മുകളിലേക്കുള്ള എല്ലാ വാഹനങ്ങളും ഈ L1 കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത മറ്റെല്ലാ വാഹനങ്ങളും എന്തിലാണ്? മറ്റെല്ലാ ഇരുചക്ര വാഹനങ്ങളും L2 കാറ്റഗറിയിലാണ് ഇവിടെ അല്ലേ. അപ്പോൾ ഇത് മൂന്നും ചോദിച്ചാണ്. ചരക്ക് വാഹനങ്ങളാണെങ്കിൽ N ആണ്, പിന്നെന്താണ് ആളുകളെ കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനമാണെങ്കിൽ M ആണെന്ന് നോക്കി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹസാഡസ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി ഡാഷ് വർഷമാണ്. എത്ര വർഷമാണ്? ഹസാഡസ് ഗുഡ്സിലെ ഹസാഡസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ LPG, പെട്രോളിയം അതൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണെന്ത്? ഹസാഡസ് ഗുഡ്സ് വാഹനങ്ങൾ എന്നല്ലേ. അപ്പോൾ ആ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ലൈസൻസ് ഉണ്ട് അല്ലേ. ആ ലൈസൻസിന്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചത്. എത്രയൊക്കെ ആ ലൈസൻസിന്റെ കാലാവധി? ഹസാഡസ് ഗുഡ്സ് ആകുമ്പോൾ അതെന്താണ്? C ആണല്ലേ. 3 വർഷം അല്ലേ. 3 വർഷമാണ് ഹസാഡസ് ഗുഡ്സിന്റെ കാലാവധി എന്ന് നോക്കി വെക്കുക. അപ്പോൾ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിലോ? ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ കാലാവധി എത്രയാ ചോദിച്ചാൽ എത്രയാണ്? ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ കാലാവധി എത്രയായിരിക്കും? ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ കാലാവധി 5 വർഷമാണ് അല്ലേ. 5 വർഷത്തേക്കാണ് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ കാലാവധി എന്ന് നോക്കി വെക്കുക. അവിടെ 5 വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഇതിൽ ഒന്ന് കണ്ടോ, ഈ 1 വർഷം ഇത് ആദ്യം കുറേ മുന്നേ 19 മുന്നേ അതിൻ്റെയൊക്കെ മുന്നേ പരീക്ഷ നടത്തുമ്പോൾ അന്ന് ഹസാഡസ് ഗുഡ്സിന്റെ ലൈസൻസിന്റെ കാലാവധി 1 വർഷമായിരുന്നു. അതുകൊണ്ടാണ് ഇത് കുറേ ആൾക്കാർ തെറ്റിപ്പോയി. ഈ പഴയ ഈ PYQs ഒക്കെ ഈ 19 മുന്നുള്ള PYQs ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ആൻസർ ഈ 1 വർഷമായിരിക്കും. അപ്പോൾ അതൊക്കെ പഠിച്ചു പോകുമ്പോൾ നമ്മളോട് തെറ്റിപ്പോവും. അപ്പോൾ പഠിച്ചു വെക്കണം. ഹസാഡസ് ഗുഡ്സ് ഇപ്പോൾ നിലവിൽ 3 വർഷമാണ് കേട്ടോ. ഹസാഡസ് ഗുഡ്സ് നിലവിൽ 3 വർഷമാണ്. ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ 5 വർഷമാണെന്ന് നോക്കി വെക്കുക. ഓക്കെ, അത് തെറ്റിപ്പോയത്. 3 വർഷമാണ് ഹസാഡസ് ഗുഡ്സ്. ഹസാഡസ് ഗുഡ്സിന്റെ ലൈസൻസിന്റെ കാലാവധി നിലവിൽ ഇപ്പം 3 വർഷമാണ്. അത് നോക്കി വെക്കുക. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? താഴെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ലൈസൻസിങ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിച്ച് റദ്ദാക്കി കളയാം? റദ്ദാക്കാൻ കഴിയുന്ന ലൈസൻസിങ് അതോറിറ്റിക്ക് എന്തൊക്കെ കാരണങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മളെ ലൈസൻസ് റദ്ദാക്കാം എന്നാണ്. എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്താലല്ലേ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മളെ ലൈസൻസ് റദ്ദാക്കാൻ ലൈസൻസിങ് അതോറിറ്റിക്ക് കഴിയാം എന്നുള്ളത്. അപ്പം കുറച്ച് ഇതിൽ 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളേ. എന്തൊക്കെയാ നോക്കിയല്ലേ. ഗുഡ്സ് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റൽ. ഗുഡ്സ് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റിയാൽ അത് തെറ്റാണല്ലേ. ലൈസൻസിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നിയമം ലംഘിക്കുകയാണല്ലേ. ഗുഡ്സ് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റാൻ പാടില്ല. ഓവർലോഡ് കയറ്റി കഴിഞ്ഞാൽ നമ്മളെ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ. ഗുഡ്സ് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റിയാൽ എന്ത് ചെയ്യാം? നമ്മൾ ലൈസൻസ് അതോറിറ്റിക്ക് റദ്ദാക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പുക വലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ ഒരു പബ്ലിക് സർവീസ് വാഹനം, നമ്മൾ ആളുകളൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന പബ്ലിക് സർവീസ് വാഹനം, ആ വാഹനത്തിന്റെ ഡ്രൈവർ എന്ത് ചെയ്യുക? ഡ്രൈവിംഗ് സമയത്തൊക്കെ എന്ത് ചെയ്യുക? സിഗരറ്റൊക്കെ വലിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ അല്ലേ, അതും തെറ്റാണല്ലേ. നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം അതും സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണല്ലേ. അപ്പോൾ ഒരു പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യുക? പുക വലിക്കാൻ പാടില്ല. അപ്പോൾ പുക വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളെ ലൈസൻസ് എന്ത് ചെയ്യാം? റദ്ദ് ചെയ്യാം അല്ലേ. അടുത്തത് ഡ്രൈവർ യാത്രക്കാരെ ആക്രമിച്ചാൽ അല്ലേ. ഡ്രൈവർ യാത്രക്കാരെ ആക്രമിക്കുകയാണല്ലേ. ആക്രമിച്ചു കഴിഞ്ഞാൽ അതും തെറ്റാണ് അല്ലേ. നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതും അങ്ങനെ ചെയ്താലും എന്ത് ചെയ്യാം? നമ്മളെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടാം അല്ലേ. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട് അല്ലേ. 10ാമത്തെ ഓപ്ഷൻ C ആണല്ലേ. C. അപ്പോൾ ഈ 3 ഓപ്ഷനും ശരിയാണ്. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ 1, 2, 3 ശരിയാണ് അല്ലേ. അപ്പോൾ ഓക്കെ, 10 ക്വസ്റ്റ്യൻ അല്ലേ. 10 ക്വസ്റ്റ്യൻ. ഈ 10 ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PSC നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
കുറേ പേര് ഇതിൽ ഈ ഈ ഈ സംഭവമൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട് ഒരുപാട്. നമ്മൾ അടുത്ത ക്ലാസ്സൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ 12,000 കിലോഗ്രാമിനൊക്കെ പല പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൺഫ്യൂഷൻ വരാൻ പാടില്ല. കറക്റ്റ് തന്നെ പഠിച്ചു പോകണം. GVW 12,000 മുകളിലാണെങ്കിൽ അത് ഹെവി ആണെന്നും, 7,500 12,000 ആണെങ്കിൽ അത് മീഡിയം ആണെന്നും, 7,500 താഴെയാണെങ്കിൽ അത് ലൈറ്റ് മോട്ടോർ ആണെന്നും അത് കറക്റ്റായിട്ട് നോക്കി വെക്കണം. പിന്നെ ഇവിടെ GVWയും അൺലോഡഡ് വെയിറ്റും അത് കറക്റ്റ് തന്നെ നോക്കി വെക്കണം. അതെന്താണ്, ലോഡും വാഹനവും ആണെങ്കിൽ എന്താണ് അത് GVWയും, വാഹനത്തിന് മാത്രം ഭാരമാണെങ്കിൽ അത് എന്താണ് അൺലോഡഡ് വെയിറ്റ് ആണെന്നും നോക്കി വെക്കുക. പിന്നെന്താണ്, പിന്നെ ഇവിടെ ഉള്ള കേരള മോട്ടോർ വെഹിക്കിൾ റൂളില്ലേ, കേരള മോട്ടോർ വെഹിക്കിൾ റൂളിൽ എന്താണ് 2 റൂളുകൾ പറയുന്നുണ്ടല്ലേ. എന്ത്, ലൈസൻസിങ് അതോറിറ്റിക്ക് എന്ത് ചെയ്യാം, ലൈസൻസ് റദ്ദാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് റൂളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഒന്ന് KMVR റൂളാണെങ്കിൽ KMVRൽ റൂള് 19ഉം, CMVR ആണെങ്കിൽ CMVR റൂളിൽ 21 ആണെന്ന് നോക്കി വെക്കുക. ഈ 2 റൂൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ കയറി വരും. അപ്പം നമ്മൾ ഡൗട്ടായി പോയത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയുന്നത്. KMVRലാണെങ്കിൽ 19ഉം CMVRലാണെങ്കിൽ 21 ആണെന്ന് നോക്കി വെക്കുക. പിന്നെ വയസ്സിൻ്റെതോ കറക്റ്റ് നോക്കി വെക്കണം. ഇത് കറക്റ്റ് തന്നെ വായിച്ച് നോക്കണം കേട്ടോ. കറക്റ്റ് വായിച്ച് നോക്കിയിട്ടേ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എഴുതാൻ പാടുള്ളൂ. അത് പെട്ടെന്ന് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് വായിച്ച് നോക്കണം. ഈ ഏജിൻ്റെത് അറിയാമല്ലോ. ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ 20ഉം നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 18ഉം. പിന്നെ കാറ്റഗറികൾ പഠിച്ചു വെക്കണം. എന്താണ്, M ആണെങ്കിൽ ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നു, N ആണെങ്കിൽ ചരക്കുകൾ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങളും, T ആണെങ്കിൽ ട്രെയിലറിലെ ഒരു വലിച്ചു കൊണ്ടുപോകുന്ന ട്രെയിലറുകൾ ഘടിപ്പിച്ച വാഹനങ്ങളാണെന്ത് T കാറ്റഗറി എന്ന് നോക്കി വെക്കാം. ഈ 1 മണിക്കൂർ അപകടം പറ്റി 1 മണിക്കൂറിന് പറയുന്നത് എന്താ വെച്ചാൽ ഗോൾഡൻ ഹവർ ആണല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വന്ന 10 ക്വസ്റ്റ്യനും ഇനിയും PSC ചോദിക്കും. ഷുവറാണ്, ഇതിൽ നിന്ന് എന്തായാലും PSC ചോദിക്കും. ഉറപ്പുള്ള സാധനമാണ്. ഇതേ ചോദിക്കാനുള്ളൂ PSCക്ക്. അതുകൊണ്ട് തന്നെ ഇതെനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നമ്മൾ ചോദിക്കും, നമ്മൾ ക്ലാസ് എടുക്കും. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നോക്കിയിട്ടേ പോവാം. ഇത് നോക്കാതെ പോകാൻ പാടില്ല. ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഈ സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും എടുത്തില്ല. അപ്പോൾ നമ്മളോട് മാറിപ്പോകരുത്. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഈ ക്ലാസ് കേട്ട് നമ്മൾ പഠിക്കുന്നതിലല്ല കാര്യം. നമ്മൾ നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. PSCൻ്റെ ഏതും ജനറൽ ആണെങ്കിൽ ജനറൽ ഭാഗം ഉണ്ടല്ലോ. ഇതിൽ എന്താണ് 30 ഡ്രൈവർ പാർട്ടും പിന്നെ ഒരു 20 പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും, ബാക്കി 50 എന്ത് ചെയ്യാം, ബാക്കി 50 മാത്സും GK ആണ്. ഈ എങ്ങനെയായാലും പൊതുവായിട്ടുള്ള PSCയിൽ നമ്മൾ എത്ര പഠിക്കുന്നത് എന്നുള്ളതിലല്ല കാര്യം. നമ്മൾ എത്രത്തോളം നമ്മൾ PYQs വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട് എന്നതിലാണ് കാര്യം. അതായത് PSCൻ്റെ ഇപ്പോഴത്തെ നിലവിലെ PSCൻ്റെ ക്വസ്റ്റ്യൻ്റെ ട്രെൻഡുകൾ ഉണ്ടാവും. ഓരോ ട്രെൻഡ് ഉണ്ടാവും. ഓരോ കൊല്ലവും ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ആ ട്രെൻഡിനനുസരിച്ച് PSCൻ്റെ ആ ഒരു ഇപ്പോഴത്തെ നിലവാരം എന്താണ് ക്വസ്റ്റ്യൻ്റെ എന്ന് മനസ്സിലാക്കി അത് പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ നമ്മൾ PYQs നിരന്തരമായിട്ട് വർക്കൗട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻസ് നിരന്തരമായിട്ട് വർക്കൗട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ കുറേ പഠിച്ചു പോകുന്നതിലല്ല കാര്യം. നമ്മൾ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പോയാലേ നമുക്ക് PSCയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ 60ൻ്റെ മുകളിലേക്ക് മാർക്ക് പോവുകയാണെങ്കിൽ നമ്മൾ PYQs നിർബന്ധമായിട്ടും വായിക്കണം. നിർബന്ധമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, PSCയിൽ നല്ല മാർക്ക് കിട്ടാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നോക്കി വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അതാണ് PSCൻ്റെ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ പഠിക്കണം. ട്രെൻഡിൽ എന്താണ് ഇപ്പോഴത്തെ നിലവിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണോ, ആ ക്വസ്റ്റ്യൻ്റെ നിലവാരം എന്താണോ അത് നോക്കി മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ PSCൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇനിയുള്ള 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കി നോക്കുക, നല്ലോണം പഠിക്കുക. ഇനിയുള്ള PYQസും ഇനി വരാനുള്ള PYQസും അല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നല്ലോണം മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ PYQൻ്റെ ഈ ഒരു സെക്ഷന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു
ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളെ സുഹൃത്തുക്കൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ PSC നോക്കുന്നുണ്ട്, ഈ ഡ്രൈവർ ജോലി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കണോട് ഒന്ന് അമർത്തിയിട്ട് എനേബിൾ ചെയ്ത് വെക്കുക. അത് ഇനിയുള്ള തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കയ്യിലേക്ക് എത്തും. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.